ഇന്ദിരാഗാന്ധി പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഭൂട്ടോയുമായിട്ടുള്ള അടുപ്പം ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സിംലയിലെ രാജ്ഭവനിൽ ഇവർ അടച്ചിട്ട മുറിയിൽ അവർ ഭൂട്ടോയുടെ ആവശ്യപ്രകാരം മണിക്കൂറുകൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് സിംല കരാർ പോലും ജനിച്ചത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇന്ത്യയുടെ ഭൂപ്രദേശം, ഇന്ത്യയുടെ സ്വന്തമായിരുന്ന ഭൂപ്രദേശം, ഇന്ത്യ 71 യുദ്ധത്തിൽ ലാഹോർ വരെ പിടിച്ചെടുത്തിട്ട് വിട്ടുകൊടുത്തത് ഇന്ദിര പറഞ്ഞിട്ടാണ്. അതല്ലാതെ ഇന്ത്യയുടെ സ്വന്തമായിരുന്ന ഏതെങ്കിലും ഭൂവിഭാഗം ഇന്ദിര പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടോ? ഇന്നലെ BJPയുടെ MP ഇപ്പോൾ ഈ യുദ്ധകാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുറത്തുകൊണ്ടിരുന്ന ആളാണ്. പണ്ട് സംബിത് പാത്രയൊക്കെ ചെയ്തിരുന്നത് പോലെ നിഷികാന്ത് ദുബെ പറഞ്ഞു 1968 828 ചതുരശ്ര കിലോമീറ്റർ ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് പാകിസ്ഥാന് ഇന്ദിരാഗാന്ധി വിട്ടുകൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അത് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും പോയില്ല. 1965 യുദ്ധം ജയിച്ചിട്ടും നമ്മൾ റാൺ ഓഫ് കച്ച് ഇപ്പോൾ പാകിസ്ഥാൻ 828 ചതുരശ്ര കിലോമീറ്റർ റാൺ ഓഫ് കച്ചിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമൊന്നും അല്ലല്ലോ. 828 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ജില്ലയുടെ വലുപ്പം വരും. അതെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ വിശദാംശങ്ങൾ നമുക്ക് പറയാം. എന്തിനാണ് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ദിരാഗാന്ധി ഈ പ്രദേശങ്ങൾ ആദ്യം പിടിച്ചടക്കിയിരുന്നു പാകിസ്ഥാൻ. ആ പ്രശ്നം രാജ്യാന്തര ആർബിട്രേഷന് വിടാനായിട്ട് ഇന്ദിരാഗാന്ധി സമ്മതിച്ചു. എന്നിട്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രൈബ്യൂണൽ അതിൻ്റെ അകത്ത് തീരുമാനം എടുക്കുകയാണ്. ഇന്ത്യ മധ്യസ്ഥനായിട്ട് വെച്ചത്, അന്ന് ഇന്ത്യയുടെ വക്കീൽ ആയിട്ടൊക്കെ വെച്ചത് യുഗോസ്ലാവിയയിലെ അലസ് ബെബ്ലർ എന്ന് പറഞ്ഞ ആളായിരുന്നു. അലസ് ബെബ്ലർ. അപ്പോൾ അയാൾ മീഡിയേറ്ററും വക്കീലും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടാണ് ഈ പാകിസ്ഥാന് 828 ചതുരശ്ര കിലോമീറ്റർ റാൺ ഓഫ് കച്ച് കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. രാജ്യാന്തര തലത്തിൽ ഇത് കൊണ്ടുപോകേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. യുദ്ധം ചെയ്ത് പിടിച്ചെടുത്താൽ മതിയല്ലോ അത്രയും ഭാഗം. അതിന് പകരം ഇത് രാജ്യാന്തര തലത്തിൽ കൊണ്ടുപോയി പാകിസ്ഥാന് വിട്ടുകൊടുത്തു. എന്തായിരുന്നു കാരണം എന്നുള്ളത് ശരിക്കുള്ള കാരണം അറിയില്ലെങ്കിലും പേടിച്ചിട്ടാണ് ഇന്ദിര കൊടുത്തത് എന്ന് നിഷികാന്ത് ദുബെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉരുക്കു വനിത എന്ന് പറയുന്ന ഈ സ്ത്രീ അന്ന് പേടിച്ചിട്ടാണ് അത് ചെയ്തതെന്ന്. എന്ത് പേടിച്ചിട്ടാണ് എന്നുള്ളത് ആ ഭാഗം കൂടുതലായിട്ട് അവർ പിടിക്കുമോ? കാരണം കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയാം, അപ്പോൾ നമുക്കൊരു ചിത്രം കിട്ടുമായിരിക്കും. ഓപ്പറേഷൻ ഡെസർട്ട് ഹോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാകിസ്ഥാൻ ഒരു ഓപ്പറേഷൻ നടപ്പാക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നെഹ്റു മരിച്ചുപോയി, എന്നിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി വന്നിരിക്കുന്നു. 1962 യുദ്ധത്തിൽ, ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ തോറ്റിരിക്കുന്നു. ഇന്ത്യ പൊതുവെ ദുർബലമാണ്, അസ്ഥിരമാണ്, അതിർത്തിയിലൊന്നും പട്ടാളത്തിന് അത്ര ധൈര്യമൊന്നുമില്ല എന്ന് കരുതുകയാണ് പാകിസ്ഥാൻ. എന്നിട്ടാണ് അവർ ഓപ്പറേഷൻ ഡെസർട്ട് ഹോക്ക് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് അതിർത്തിയിൽ റാൺ ഓഫ് കച്ചിൽ ചെയ്യുന്നത്. 1947 വിഭജന കാലത്ത് കച്ച് ഇന്ത്യയിൽ ചേർന്ന പ്രദേശമാണ്. 1965 ഏപ്രിൽ 9 മുതൽ ജൂൺ 30 വരെയാണ് അവർ ഈ ഓപ്പറേഷൻ ഡെസർട്ട് ഹോക്ക് പാകിസ്ഥാൻ നടത്തുന്നത്. 3 കാര്യങ്ങൾ അവർ കണ്ടു. സർക്കാരും പട്ടാളവും അസ്ഥിരമാണ്, ശാസ്ത്രി ഭരിക്കുന്നു, കൊള്ളുകയില്ല. പട്ടാളത്തെ തെക്ക് കച്ചിൽ ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തുക, ഈ ഗുജറാത്തിലെ ഈ തെക്കൻ ഭാഗത്ത്. എന്നിട്ട് പഞ്ചാബ് കശ്മീർ ഭാഗത്ത് ഇന്ത്യക്കിട്ട് പണിയുക. പട്ടാളം അവിടെ ഈ കശ്മീരിലെയും പഞ്ചാബിലെയും പട്ടാളത്തിനെ അങ്ങോട്ട് വലിക്കുമല്ലോ, അപ്പം കശ്മീരിൽ പണി കൊടുക്കുക. കശ്മീർ പിടിക്കാനുള്ളൊരു റിഹേഴ്സലായിട്ടാണ് പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ ഡെസർട്ട് ഹോക്ക് നടത്തുന്നത്. പിന്നെ അമേരിക്കയുടെ ആയുധം ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് നോക്കുക. കാരണം പാറ്റൺ ടാങ്ക് അമേരിക്ക കൊടുത്തതാണ് ഇന്ത്യക്കെതിരെ ആ ഓപ്പറേഷനിൽ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇങ്ങനെ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ ഇന്ന രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് വരാനാണ് എന്നുള്ള ഒരു പരീക്ഷണം. 1965 പാകിസ്ഥാൻ പറഞ്ഞു, ജനുവരിയിൽ പറഞ്ഞു, റാൺ ഓഫ് കച്ച് സിന്ധിൻ്റെ ഭാഗമാണ്, അപ്പോൾ ഇത് ഞങ്ങളുടേതാണ് എന്നൊരു സംഗതി വെച്ചു.
എന്നിട്ട് ഇൻഡസ് റേഞ്ചേഴ്സ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അവർ അങ്ങോട്ട് നുഴഞ്ഞ് കയറിയിട്ട് കച്ചിലെ ഈ ജീർണിച്ച് കിടന്ന കഞ്ചർ കോട്ട് എന്ന് പറഞ്ഞ കോട്ട പിടിച്ചു. ഒരു ഇന്ത്യൻ പോലീസ് പോസ്റ്റും പിടിച്ചു. അപ്പോൾ ഇന്ത്യൻ സേന അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത ഇന്ത്യൻ സേന 160 മൈൽ അകലെ അഹമ്മദാബാദിലായിരുന്നു അന്ന്. ഈ ഭുജ് റെയിൽവേ സ്റ്റേഷൻ, അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഭുജ് റെയിൽവേ സ്റ്റേഷൻ, അത് 110 മൈൽ അകലെയാണ് ഈ റാൺ ഓഫ് കച്ചിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ ഉടനെ സേനയെ അയക്കാനോ ഇവരെ എതിർത്ത് നിൽക്കാനോ ഒന്നുമുള്ള നിലയിലായിരുന്നില്ല ഇന്ത്യ. അപ്പോൾ പാകിസ്ഥാൻ്റെ കാഴ്ചപ്പാട് ശരിയായിരുന്നു. 1965 ഫെബ്രുവരിയിൽ ഒരു ചർച്ച വെച്ചു. ഇത്രയുമൊക്കെ പാകിസ്ഥാൻ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ചർച്ച അലസിപ്പോയി. അപ്പോൾ പാറ്റൻ ടാങ്കുമായിട്ട് പാകിസ്ഥാൻ റാൺ ഓഫ് കച്ചിലേക്ക് കയറി. ഏപ്രിൽ 9 24 ഡെസർട്ട് ഹോക്ക് ഓപ്പറേഷനും നടത്തുന്നു. ഇന്ത്യ പിൻവാങ്ങുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആ ഓപ്പറേഷനിൽ തോറ്റുപോയി. എന്നിട്ട് പാകിസ്ഥാനോട് ഈ റാൺ ഓഫ് കച്ചിൽ ബിയർ ബെറ്റിൽ ഒരു പോരാട്ടം നടന്നു. പിന്നെ നമ്മളും സേന അയക്കുന്നു. ബിയർ ബെറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് പോരാട്ടം നടത്തുന്നു. അതിലും ഇന്ത്യ തോറ്റുപോയി. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ട്രംപ് മധ്യസ്ഥനാണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി. അപ്പോൾ ആരായിരുന്നു എന്നറിയോ മധ്യസ്ഥൻ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസൺ. അതാണ് പ്രശ്നം പറ്റിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസന് മധ്യസ്ഥതയ്ക്ക് ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി പോയി മറ്റേ താഷ്കൻഡിൽ ജനുവരിയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടല്ലോ താഷ്കൻഡിൽ. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഹാരോൾഡ് വിൽസനെ മധ്യസ്ഥനായിട്ട് അംഗീകരിച്ചു. അയാൾ ബിയർ ബെറ്റ് പാകിസ്ഥാൻ പിടിച്ചത് ഇന്ത്യക്ക് എന്ന് തീരുമാനിച്ചു. റാൺ ഓഫ് കച്ചിൻ്റെ കാര്യത്തിൽ അപ്പോൾ തീരുമാനമില്ല. ഈ ബിയർ ബെറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമുള്ളൂ. ഏപ്രിൽ 28 ഹാരോൾഡ് വിൽസനാണ് പ്രഖ്യാപിക്കുന്നത് വെടിനിർത്തൽ. ഇപ്പം ട്രംപിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടല്ലോ. ട്രംപ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അറിയാം. പക്ഷേ ഹാരോൾഡ് വിൽസനാണ് ഏപ്രിൽ 28 അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. ഈ റാൺ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ട പ്രശ്നം. എന്നിട്ട് 1965 ജൂൺ 30 കരാർ, ഈ വെടിനിർത്തൽ കരാർ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിടുന്നു. റാൺ ഓഫ് കച്ചിൻ്റെ കാര്യം രാജ്യാന്തര ആർബിട്രേഷനും വിടുന്നു. അതാണ് ആ കരാറിൽ എഴുതിയിരുന്നത്. അങ്ങനെ 3 അംഗ സമിതി ഉണ്ടാക്കി. ഇന്ത്യ പാകിസ്ഥാൻ വെസ്റ്റേൺ ബൗണ്ടറി കേസ് ട്രിബ്യൂണൽ അതുണ്ടായി രാജ്യാന്തര തലത്തിൽ. പാകിസ്ഥാൻ എന്നിട്ട് 780-നും 828-നും ഇടയ്ക്ക് ചതുരശ്ര കിലോമീറ്റർ, അതാണ് 828 നിഷികാന്ത് ദുബെ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇതാണ് ശരിക്കുള്ള സ്ഥലം. 780-നും 828 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിനും ഇടയ്ക്ക്. അത് വിട്ടുകൊടുക്കാനാണ് രാജ്യാന്തര ട്രിബ്യൂണൽ ഉത്തരവായത്. അത് 1968 വിട്ടുകൊടുത്തു ഇന്ദിരാഗാന്ധി. അത് കഴിഞ്ഞ് അത് 1968. 1965 ഈ പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ പാകിസ്ഥാൻ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ നടപ്പാക്കുന്നു. അതാണ് 1965 യുദ്ധം എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യ ജയിക്കുന്നുണ്ട്. ആ ജയത്തിന് ശേഷമാണ് BSF നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതിർത്തിയിൽ കൃഷി ചെയ്യാനായിട്ട് പഞ്ചാബിൽ നിന്നും മൊറാർജി ദേശായി ആഭ്യന്തരമന്ത്രി 550 കർഷകരെ അതിർത്തിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിർത്തിയിൽ കൃഷി ചെയ്ത് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിർത്തിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇന്ത്യ അറിയും എന്ന് കരുതിയിട്ടാണ്. അന്ന് അവിടെ സേനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ 68 ഈ റാൺ ഓഫ് കച്ച് 828 ചതുരശ്ര കിലോമീറ്റർ ഇന്ദിരാഗാന്ധി വിട്ടുകൊടുത്തു. അപ്പോൾ അതിന് ഉത്തരം പറയണം. അല്ല, ഇതൊക്കെ ഈ എക്കാലത്തും രാജ്യത്തിനെതിരായ നിലപാടെടുക്കുകയും നെഹ്റുവിൻ്റെ കാലം മുതൽ പാകിസ്ഥാൻ അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കശ്മീരും രാജ്യാന്തര തലത്തിൽ നെഹ്റു അതെ വിട്ടുകൊടുത്തു. അങ്ങനെ ചെയ്തവരാണ് ഇപ്പോൾ പുറപ്പുറത്ത് കയറി ഇരുന്ന് അസംബന്ധമല്ല ചാരിത്ര പ്രസംഗം നടത്തുന്നത്. അതെ അതെ അതെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.